ഫെഡറൽ ബാങ്കിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ബാംഗ്ലൂർ ഫിൻടെക് കമ്പനി ആയിട്ടുള്ള സ്കാൽപിയയുടെ ഭാഗത്തുനിന്ന് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫെഡറൽ ബാങ്ക് സ്കാൽപിയ ക്രെഡിറ്റ് കാർഡാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. സ്കാൽപിയ ക്രെഡിറ്റ് കാർഡ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു RBIയുടെ കുറച്ച് റെഗുലേഷൻസ് ഒക്കെ വന്നപ്പോൾ. അപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്കാൽപിയ ക്രെഡിറ്റ് കാർഡ് നമുക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും. സ്കാൽപിയ ക്രെഡിറ്റ് കാർഡ് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാർഡിൻ്റെ എലിജിബിലിറ്റി, ഫീച്ചേഴ്സ്, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഈ കാർഡ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ ആർക്കൊക്കെയാണ് ഈ കാർഡ് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ ഈ കാർഡിൻ്റെ എലിജിബിലിറ്റി നമുക്ക് നോക്കാം. എലിജിബിലിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 21 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് ഈ കാർഡ് എടുക്കാനായിട്ട് പറ്റുക. സാലറീഡ് ആൻഡ് സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ കാർഡ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സ്റ്റേബിൾ ഇൻകം സോഴ്സാണ് ഇവർക്ക് വേണ്ടത്. സ്കാൽപിയ ക്രെഡിറ്റ് കാർഡിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് നോക്കാം. ഈ കാർഡ് വരുന്നത് ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡായിട്ടാണ്. ജോയിനിങ് ഫീസോ ആനുവൽ ഫീസോ ഒന്നും ഈ കാർഡിൽ വരുന്നില്ല. ഈ കാർഡ് നമുക്ക് ആക്റ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിർച്വൽ കാർഡായിട്ട് തന്നെ ആക്റ്റീവ് ചെയ്യാം. അതുപോലെ നമുക്ക് ഫിസിക്കൽ കാർഡും കൂടി കിട്ടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്ന ഫീച്ചറാണ് ഇതിൻ്റെ അൺലിമിറ്റഡ് ലൗഞ്ച് ആക്സസ് ഫെസിലിറ്റി. ബട്ട് ഇതിനൊരു ക്രൈറ്റീരിയ വരുന്നുണ്ട്. നമ്മൾ വിസ കാർഡ് ഹോൾഡേഴ്സ് ആണെങ്കിൽ മന്ത്ലി 10,000 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും പ്രീവിയസ് മന്തിൽ. അതുപോലെ തന്നെ റുപ്പേ സീരീസിലുള്ള കാർഡാണെങ്കിൽ 15,000 രൂപയ്ക്ക് മേലെ നമ്മൾ സ്പെൻഡ് ചെയ്താലാണ് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ലൗഞ്ച് ആക്സസ് നമുക്ക് അടുത്ത മാസം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ഡൊമസ്റ്റിക് ലൗഞ്ച് ആക്സസ് ആണ് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുന്നത്. ഇൻ്റർനാഷണൽ ലൗഞ്ച് ആക്സസ് ഈ കാർഡിൽ വരുന്നില്ല. അതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 53 ലൗഞ്ച് ആക്സസ് ആണ് നമുക്ക് ഇന്ത്യയിൽ ഈ കാർഡ് വഴി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈ കാർഡിൽ വരുന്ന സ്പെഷ്യൽ ഫീച്ചറും കൂടിയാണ് 0 ഫോറക്സ് ചാർജ് ഈ കാർഡിൽ വരുന്നില്ല. 0% ആണ് വരുന്നത്. ബട്ട് നമുക്ക് ബാക്കിയുള്ള കാർഡൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 3.5% നോർമൽ ഫോറക്സ് ചാർജ് റേറ്റ് വരുന്നത്. ബട്ട് ഈ കാർഡിൽ നമുക്ക് 0% ആണ് വരുന്നത്. ഈ കാർഡിൽ വേറൊരു ഫീച്ചറും കൂടി വരുന്നുണ്ട്. നമ്മൾ മന്ത്ലി 10,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് എയർപോർട്ട് മീലോ അല്ലെങ്കിൽ ഷോപ്പിംഗ് വൗച്ചറോ സ്പാ സർവീസൊക്കെ നമുക്ക് 1000 രൂപ വെർത്തായിട്ടുള്ള കിട്ടുന്നുണ്ട്. 10% സ്കാൽപിയ പോയിൻറ്സും കൂടി നമുക്ക് ഈ കാർഡിൻ്റെ കൂടെ വരുന്നുണ്ട്. എലിജിബിൾ ആയിട്ടുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ട്രാൻസാക്ഷനാണ് നമുക്ക് ഈ 10% സ്കാൽപിയ പോയിൻറ്സ് കിട്ടുന്നത്. നമുക്ക് കിട്ടുന്ന പോയിൻറ്സൊക്കെ നമുക്ക് റെഡീം ചെയ്യാനായിട്ട് ആ കൂടി ഒരു ഓപ്ഷൻ വരുന്നത് ഇവിടെ ആപ്ലിക്കേഷനിൽ ത്രൂ മാത്രമാണ്. നമുക്ക് അവിടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ഹോട്ടൽസ് ബുക്ക് ചെയ്യാനും അങ്ങനത്തെ കേസിൽ മാത്രമാണ് നമുക്ക് ഈ കോയിൻസ് കൊണ്ട് യൂസ് വരുന്നത്. 5 കോയിൻസ് കൂടി ചേർന്നാലാണ് നമുക്ക് 1 രൂപ കിട്ടുന്നത്. ഈ കോയിൻസിന് വാലിഡിറ്റി വരുന്നുണ്ട്. 36 മാസത്തിനുള്ളിൽ നമ്മൾ ഈ കോയിൻ യൂസ് ചെയ്തില്ലെങ്കിൽ ഇത് എക്സ്പയർ ആയി പോകുന്നതായിരിക്കും. സ്കാൽപിയ ക്രെഡിറ്റ് കാർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നൊരു ഇഷ്യൂ നമുക്ക് തോന്നുന്നത് ബാക്കിയുള്ള വെബ്സൈറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹോട്ടൽസിൻ്റെ അതുപോലെ തന്നെ ബാക്കിയുള്ള കാറ്റഗറീസിലൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് ഡിഫറൻസ് ഈ കാർഡിൻ്റെ ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. ഇവിടെ പ്രൈസ് കുറച്ച് കൂടുതലായിട്ടാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് കേസിലായാലും ഹോട്ടലിൻ്റെ കേസിലാണ് വരുന്നത്. ബട്ട് നമുക്ക് കിട്ടുന്ന പോയിൻറ്സൊക്കെ നമുക്ക് റെഡീം ചെയ്യാനായിട്ട് ഇതിൽ പറ്റുന്നതായിരിക്കും. റിവാർഡ് പോയിൻറ്സ് തരാത്ത കാറ്റഗറീസ് നമുക്ക് നോക്കാം. നമ്മൾ 20 രൂപയ്ക്ക് താഴെയുള്ള ട്രാൻസാക്ഷനും നമുക്ക് റിവാർഡ് പോയിൻറ്സ് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഫ്യൂവൽ ട്രാൻസാക്ഷൻ നമുക്ക് റിവാർഡ് പോയിൻറ്സ് കിട്ടുന്നില്ല. വാലറ്റ് റീലോഡിംഗ്, ATM ക്യാഷ് വിഡ്രോവൽ, ലേറ്റ് ഫീ പേയ്മെൻറ്റ്സ്, അതർ ക്രെഡിറ്റ് കാർഡ് ചാർജസ് ഇതിന് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നില്ല. അതിന് പുറമെ റെൻറ്റ് പേയ്മെൻറ്റ്, ഫോറക്സ് ട്രാൻസാക്ഷൻ, എഡ്യൂക്കേഷണൽ പേയ്മെൻറ്റ്സ്, സ്കൂൾ പേയ്മെൻറ്റ്സ്, ക്രിപ്റ്റോ ട്രാൻസാക്ഷൻ ആൻഡ് ഗിഫ്റ്റ് കാർഡ്സ് ഈ കാറ്റഗറീസിലൊന്നും നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നില്ല. 5% നമുക്ക് UPI പേയ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ റുപ്പേ ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് ഓഫ് കിട്ടുന്നുണ്ട്. മിനിമം ട്രാൻസാക്ഷൻ 500 രൂപയായാലാണ് നമുക്ക് ഈ ഓഫർ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഈ ഓഫർ കിട്ടുന്നത്. അത് കുറച്ച് കൂടുതലായിട്ടുള്ള എമൗണ്ട് ആയിട്ട് എനിക്ക് തോന്നി. കാരണം 500 രൂപയുടെ ട്രാൻസാക്ഷൻ UPI ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ കോമൺലി ചെയ്യുന്നത് ചെറിയ ചെറിയ എമൗണ്ട്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് 500 രൂപ ചെയ്താൽ മാത്രമാണ് നമുക്ക് 5% പോയിൻറ്റ്സ് കിട്ടുള്ളൂ. 1% ഫ്യൂവൽ സർചാർജ് വേവറും കൂടി ഈ കാർഡിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മന്ത്ലി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 500 രൂപ വരെയാണ് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നത്. ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം നമുക്ക് 5000 രൂപ വരെയാണ് ഫ്യൂവൽ സർചാർജ് വേവറായിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. പേ ലേറ്റർ ഫെസിലിറ്റിയും കൂടി നമുക്ക് ഈ കാർഡിൻ്റെ കൂടെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ എക്സ്പെൻസസ് ഒക്കെ നമുക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നോ കോസ്റ്റ് EMI ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡ് ഇൻട്രസ്റ്റ് അതുപോലെ തന്നെ എന്തൊക്കെ ചാർജസ് അടുത്തതായിട്ട് വരുന്നുണ്ടെന്ന് നോക്കാം. മന്ത്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാർഡിൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 3.75% ആണ് വരുന്നത്. ക്യാഷ് വിഡ്രോവലിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 45% തന്നെയാണ് വരുന്നത്. മന്ത്ലി 3.75% ആണ്. ക്യാഷ് വിഡ്രോവലിൻ്റെ കേസിൽ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അപ് ടു 500 റുപ്പീസ് വരെ പിടിക്കുന്നുണ്ട് ക്യാഷ് അഡ്വാൻസ് ഫീ ആയിട്ട്. ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 100 രൂപ വരെയുള്ള ട്രാൻസാക്ഷൻ നമുക്ക് 0 ലേറ്റ് പേയ്മെൻറ്റ് ഫീ ആണ്. 100 രൂപ മുതൽ 500 രൂപ വരെയുള്ള ട്രാൻസാക്ഷന് 100 രൂപയാണ് ലേറ്റ് പേയ്മെൻറ്റ് ഫീ ആയിട്ട് വരുന്നത്. 501 രൂപ മുതൽ 5000 രൂപ വരെയുള്ള പേയ്മെൻറ്റിന് നമുക്ക് 500 രൂപ വരെയാണ് ചാർജ് വരുന്നത്. 5001 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള പേയ്മെൻറ്റിന് നമുക്ക് 600 രൂപയാണ്. 10,001 രൂപ മുതൽ 25,000 രൂപ വരെയുള്ള പേയ്മെൻറ്റിന് നമുക്ക് 750 രൂപയാണ് ചാർജ് വരുന്നത്. 50,000 രൂപയ്ക്ക് മേലുള്ള പേയ്മെൻറ്റ് ലേറ്റ് പേയ്മെൻറ്റിന് നമുക്ക് 1000 രൂപയാണ് ചാർജ് വരുന്നത്. യൂട്ടിലിറ്റി പേയ്മെൻറ്റിൻ്റെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മന്ത്ലി നമ്മൾ 50,000 രൂപയ്ക്ക് മേലെ യൂട്ടിലിറ്റി പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
1% ട്രാൻസാക്ഷൻ ഫീസ് മേടിക്കുന്നുണ്ട്. മാക്സിമം നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസം 3000 രൂപ വരെയാണ് ഇങ്ങനെ എക്സ്ട്രാ ഫീസായിട്ട് മേടിക്കുന്നത്. സ്കാൽപിയ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക്, അതുപോലെ തന്നെ ലൗഞ്ച് ആക്സസ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ കാർഡ് ഭയങ്കര ബെനിഫിറ്റ് ആവുക. ഫോറക്സ് ചാർജസ് നമുക്ക് 0% ആണ്. ബട്ട് നമുക്ക് അവിടെ ഫോറക്സ് പേയ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ, ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് ഒന്നും വരുന്നില്ല. ബട്ട് അല്ലാത്ത കേസുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്കാൽപിയ കോയിൻസ് കിട്ടുന്നുണ്ട്. ടോട്ടലി സ്കാൽപിയ കോയിൻസ് യൂസ് ചെയ്യാൻ പറ്റുന്നതും ട്രാവൽ യൂസിനാണ്. അപ്പോൾ നിങ്ങൾ ടോട്ടലി ഒരു ട്രാവലർ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കാർഡ് ഉപകാരപ്പെടും. അപ്പോൾ ഈ കാർഡിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോ കാണാനായിട്ട് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.